എല്ലാവർക്കും നമസ്കാരം. കേരള സിലബസിൽ +1 അഡ്മിഷന് ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണോ താങ്കൾ എങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി പുറത്തിറക്കുന്ന വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയാണ് ഇത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ +1 സയൻസുമായി ബന്ധപ്പെട്ട കോമ്പിനേഷനുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ ഹ്യൂമാനിറ്റീസ് ബാച്ചുമായി ബന്ധപ്പെട്ട കോഴ്സ് കോമ്പിനേഷനുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾക്കുള്ള ഒരു അഭിപ്രായം സയൻസ് കിട്ടാത്തവരും കൊമേഴ്സ് കിട്ടാത്തവരും ഒക്കെയാണ് ഹ്യൂമാനിറ്റീസ് ബാച്ച് എടുക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+, 9ഉം 8ഉം A+ ഒക്കെ കിട്ടിയ ചില കുട്ടികൾ സിവിൽ സർവീസ് പോലെയുള്ള ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന ഒരു സാധ്യതയുള്ള വിഷയം തന്നെയാണ് ഹ്യൂമാനിറ്റീസ്. അപ്പൊ ഈ ഹ്യൂമാനിറ്റീസിലെ ഏതാണ്ട് 42ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ആണുള്ളത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നോക്കാം. അതിന്റെ കോഴ്സ് കോഡ് 10 ആണ് ആദ്യത്തേത്. അവിടെ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി ആണ്. രണ്ടാമത്തേത് അതിൽ തന്നെയുള്ള അടുത്ത ഒരു കോമ്പിനേഷൻ കോഡാണ് 11. അതിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആണ്. അടുത്തൊരു സബ്ജക്ട് കോമ്പിനേഷൻ 12. അവിടെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജിയാണ് പഠിക്കാനുള്ളത്. മറ്റൊരു സബ്ജക്ട് കോഡാണ് 13. അവിടെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മ്യൂസിക് ആണ് പഠിക്കാനുള്ളത്. ഇനി 14ലാണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ് ആണ് പഠിക്കാനുള്ളത്. 15ലാണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഫിലോസഫി, ഇത്രയും വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 10 മുതൽ 15 വരെയുള്ള കോമ്പിനേഷനുകൾക്ക് നിങ്ങളുടെ വെയിറ്റേജ് പരിഗണിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മാർക്ക് ആയിരിക്കും. ഹ്യൂമാനിറ്റീസിലെ അടുത്തൊരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ് 16. അവിടെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ വർക്ക്. 17ൽ ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. 18ൽ ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. സബ്ജക്റ്റ് കോമ്പിനേഷൻ 19ൽ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്. സബ്ജക്റ്റ് കോഡ് 20 ആകുമ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി എന്നീ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഇവിടെയും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മാർക്കിനാണ് വെയിറ്റേജ് ലഭിക്കുന്നത്. ഹ്യൂമാനിറ്റീസിലെ അടുത്ത കോഴ്സ് കോഡ് 21 ആണ്. അതിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി അഥവാ നരവംശാസ്ത്രം. 22ൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, മലയാളം. അപ്പൊ അവിടെ ഇനി താഴോട്ടുള്ള കോമ്പിനേഷനുകളിൽ അതായത് 23, 24, 25, 26, 27 ഇത്രയും കോമ്പിനേഷനുകളിലെല്ലാം ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫിയും ഹിന്ദി, അറബിക്ക്, ഉറുദു, കന്നഡ, തമിഴ് എന്നിങ്ങനെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരു സംശയം ഉണ്ടാകാം. ഓൾറെഡി +1, +2വിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മളൊരു ഭാഷ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അല്ലാതെയുള്ള ഒരു പ്രാദേശിക ഭാഷ നമ്മളോട് പഠിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മലയാളം എടുക്കുന്നയാൾ പിന്നീട് മലയാളം പഠിക്കേണ്ടി വരില്ലേ എന്നുള്ളത്. ഇത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമല്ല, നിങ്ങളുടെ പാർട്ട് 3യിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ മലയാളം, ഹിന്ദി, അറബിക്ക്, ഉറുദു, കന്നഡ, തമിഴ് എന്നിവ പഠിക്കുകയാണ്. ഹ്യൂമാനിറ്റീസിലെ മറ്റൊരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ് 28, കോഴ്സ് കോഡ് 28. അവിടെ പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, സാൻസ്ക്രിറ്റ് സാഹിത്യ ആൻഡ് സാൻസ്ക്രിറ്റ് ശാസ്ത്ര. ഹ്യൂമാനിറ്റീസിലെ മറ്റൊരു കോഴ്സ് കോഡാണ് 29. അവിടെ ഹിസ്റ്ററി, ഫിലോസഫി, സാൻസ്ക്രിറ്റ് സാഹിത്യ, സാൻസ്ക്രിറ്റ് ശാസ്ത്ര എന്നിവയാണ് പഠിക്കാനുള്ളത്. ഇവിടെയും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മാർക്കാണ് വെയിറ്റേജ് ആയി പരിഗണിക്കുന്നത്. ഹ്യൂമാനിറ്റീസിലെ അടുത്ത കോഴ്സ് കോഡ് 30 ആണ്. അവിടെ പഠിക്കാനുള്ള വിഷയങ്ങൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. കോഴ്സ് കോഡ് 31 ആകുമ്പോൾ അവിടെ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്.
കോഴ്സ് കോഡ് 32 ആകുമ്പോൾ അവിടെ പഠിക്കാനുള്ളത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആന്ത്രപ്പോളജി, സോഷ്യൽ വർക്ക്. ഈ 30, 31, 32 കോഡുകളിൽ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് വെയിറ്റേജ് കിട്ടുന്നത് അവരുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെയും മാത്തമാറ്റിക്സിന്റെയും മാർക്കുകൾ ആയിരിക്കും. അടുത്തത് കോഴ്സ് കോഡ് 33. അവിടെ എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കോഴ്സ് കോഡ് 34 സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കോഴ്സ് കോഡ് 35 ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജി. ഈ 33 മുതൽ 35 വരെയുള്ള കോഴ്സ് കോഡുകൾക്ക് വെയിറ്റേജ് കിട്ടുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കുകൾക്കാണ്. ഇനി 35 കഴിയുമ്പോൾ രക്ഷകർത്താവിന് സംശയം ഉണ്ടാകും. ഇനി ഇവിടെ 41 കോഴ്സ് കോഡ് കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിലുള്ള സംഖ്യകൾ നമ്മളുടെ കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കോഴ്സ് കോഡുകളാണ്. അപ്പം 41 ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, മലയാളം. 42 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മലയാളം. 43 ഹിസ്റ്ററി, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, മലയാളം. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മാർക്കാണ്. അടുത്തത് കോഴ്സ് കോഡ് 45. അവിടെ സോഷ്യൽ വർക്ക്, ജേർണലിസം. 44 അവിടെ സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതിന്റെ വെയിറ്റേജിനായി പരിഗണിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കുകൾ ആണ്. ഹ്യൂമാനിറ്റീസിലെ അവസാനത്തെ 2 കോഴ്സ് കോഡുകൾ 45ഉം 46ഉമാണ്. 45 ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഹിന്ദിയും. 46 ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, അറബിക്കും ആണ്. ഇതിന്റെ വെയിറ്റേജിന് പരിഗണിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മാർക്കാണ്. ഒരു പക്ഷേ സയൻസുകാരെക്കായാലും കൊമേഴ്സുകാരെക്കായാലും കോഴ്സുകൾ വളരെ കൂടുതലുള്ള ഒരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്താൽ സിവിൽ സർവീസ് അടക്കമുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.